കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചന്തയിൽ പോയപ്പോൾ മേടിച്ചൊരു സോയാബീൻ കേട്ടോ ഇത് ബക്കറ്റിലിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇന്ന് എന്തായാലും ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. ഞാൻ പലപ്പോഴും വിചാരിക്കും നാളെ ഇത് ഫ്രൈ ചെയ്യണം, നാളെ ഇത് ഫ്രൈ ചെയ്യണം. അന്ന് ദിവസം അതൊക്കെ മറന്നു പോകും കേട്ടോ. അങ്ങനെ ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്തു. കണ്ണനാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ എന്ന് പറഞ്ഞു കൊടുത്ത ആൾ നല്ല രീതിയിൽ ഇത് കഴിക്കും. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ചോറ്, മീൻ കറി, പരിപ്പ് കറി, കോയക്ക വറവ്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോയാബീൻ ഫ്രൈ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ലഞ്ചും പരിപാടിയൊക്കെ കഴിഞ്ഞു. കണ്ണൻ ഉറക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ കയറിയിട്ട്, അതായത് ക്ലീനിങ് പരിപാടി. അപ്പോൾ കണ്ണൻ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് സമയമൊക്കെ കിട്ടുന്നത്. എഡിറ്റിംഗ് ഒക്കെ ആ ഒരു ടൈമിലായിട്ട് നടക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ബാത്റൂം ഒന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തോട്ടോ. ആഴ്ചയിൽ എന്തായാലും നടക്കുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ. പിന്നെ കിടക്കൊന്ന് വിരിച്ചിട്ടു. പിന്നെ കുറേ തുണികളുണ്ടായിരുന്നു മടക്കി വയ്ക്കാൻ, അതൊക്കെ മടക്കി വെച്ചു. ഈ കാണുന്നത് എൻ്റെ കുറച്ച് പഴയ ഡ്രസ്സുകളാട്ടോ. കാരണം ഇത് എനിക്ക് ഇപ്പോഴും ഇടാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് ഇതിൻ്റെ പാൻറ്റൊക്കെ മിസ്സാവാറുണ്ട്. അപ്പോൾ ഇന്നലെ നിങ്ങളൊരു ഫംഗ്ഷന് പോയപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏത് ഇടുന്നു. പക്ഷേ അതിൻ്റെ പാൻറ്റ് മിസ്സാവും അല്ലെങ്കിൽ ഷാള് മിസ്സാവും. അതുകൊണ്ട് അതങ്ങനെ മൂലക്ക് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കിയിട്ടും. അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ രാവിലേട്ടൻ ഓംലേറ്റ് ഉണ്ടാക്കി തന്നു കേട്ടോ. ഓംലേറ്റ് അല്ല, ബുൾസ കേട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നത്. എനിക്കാണെങ്കിൽ ബുൾസേ കഴിക്കാൻ ഇഷ്ടമുള്ളൂ.